കാസർഗോഡ് MVD ഓഫീസിലെ വൈദ്യുത ബന്ധം KSEB വിച്ഛേദിച്ചു. 3 മാസമായി ബിൽ കുടിശ്ശിക വന്നതോടെയാണ് നടപടി ഉണ്ടായത്. പണം ഉടൻ അടയ്ക്കുമെന്നാണ് MVDയുടെ വിശദീകരണം. ഒരാഴ്ചയായി ഇവിടെ കറണ്ടില്ല. അരുൺ പാറയ്ക്കൽ ഈ കറണ്ടില്ലാത്ത കഥയുമായി നമുക്കൊപ്പം ചേരുന്നു. പറയൂ അരുൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ ജില്ലാ ഓഫീസിലാണ്. ആ ഓഫീസിന്റെ ബോർഡൊക്കെ ഇവിടെയുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഡിസ്ട്രിക്ട് കൺട്രോൾ റൂം എൻഫോഴ്സ്മെന്റ് ഓഫീസർ, അതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഓഫീസിന് അകത്തേക്ക്, അതായത് MVD ഒക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഒരാഴ്ചയായി ഇവിടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിവരം. ഒരാഴ്ച ഇവിടെ 3 മാസത്തോളമായി വൈദ്യുതി ബില്ല് കുടിശ്ശികയുണ്ട്. ആ കുടിശ്ശിക അടയ്ക്കാത്തത് കൊണ്ടാണ് ഈ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുന്നത്. ജില്ലയിലെ ഗതാഗത നിരത്തുകളിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ, നിയമലംഘനങ്ങളൊക്കെ തന്നെ കാണുന്ന കൺട്രോൾ റൂം ഉൾപ്പെടെ ഇവിടെയാണുള്ളത്. അതൊന്നും നിലവിൽ ഒരാഴ്ചയായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില വനിതാ ജീവനക്കാരൊക്കെ തന്നെ ഇവിടേക്ക് ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥലത്ത് ഇവിടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ലൈറ്റും ഫാനൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിലവിൽ ഈ ഓഫീസുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇങ്ങനെയാണുള്ളത്. പൊതുജനങ്ങളുടെ ഒരാവശ്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടതിനാൽ ഈ ഓഫീസിലെ പ്രവർത്തനം താൽക്കാലികമായി തടസ്സപ്പെട്ടതായി അറിയിക്കുന്നു എന്ന് 13/1/2026 തന്നെ ഈ നോട്ടീസും ഇവിടെ പതിച്ചിട്ടുണ്ട്. MVD ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ അവർ പറയുന്നത് ഇന്ന് പണം പാസ്സായിട്ടുണ്ട്, ഇന്നോ നാളെയോ ആയി ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെയാണ് ഈ ഓഫീസിലെ അവസ്ഥ. കഴിഞ്ഞ ഒരാഴ്ചയായി വൈദ്യുതി ഇല്ല, ലൈറ്റും ഫാനൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്നത്. കൺട്രോൾ റൂം ഇവിടെയാണുള്ളത്. ഈ കാസർഗോഡ് ജില്ലയിലെ നിരത്തുകളിലെ ഗതാഗത നിയമലംഘനങ്ങളൊക്കെ തന്നെ അറിയാൻ സാധിക്കുന്നത് ഇവിടെയാണ്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ എന്ത് സംഭവിച്ചാലും ഒന്നും അറിയുന്നില്ല. പൊതുജനങ്ങളുടെ ഒരു ആവശ്യവും നടക്കുന്നില്ല. ഉദ്യോഗസ്ഥരും വലിയ പ്രതിസന്ധിയിലാണ്. അവർക്ക് വൈദ്യുതി ഇല്ലാത്തതിനാൽ ലൈറ്റോ ഫാനോ ഇന്റർനെറ്റോ മറ്റോ ഒരു കാര്യങ്ങളും തന്നെ ഇല്ല. വലിയ പ്രതിസന്ധിയിലാണ് അവരുമുള്ളത്. ഇന്ന് ബില്ലടയ്ക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണുള്ളത്. ഓക്കെ, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.